അപ്പോ ഈ ഗലാത്തിയ എന്ന് പറയുന്നത് എവിടെയാണെന്നല്ലേ? ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായിരുന്ന ഒരു റോമൻ പ്രവിശ്യ. ഒരു കാര്യം നമ്മൾ ഓർക്കണം, അവിടുത്തെ സഭകളെല്ലാം പൗലോസ് നേരിട്ട് സ്ഥാപിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കത്തിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. പൗലോസ് അവിടം വിട്ടുപോയതിനുശേഷം കുറച്ച് പുതിയ ആളുകൾ അവിടേക്ക് വരികയും ഗലാത്യക്കാരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില പുതിയ പഠിപ്പിക്കലുകളും നൽകാനും തുടങ്ങി. അപ്പോ എന്തായിരുന്നു ശരിക്കും അടുത്ത തർക്കം? ഈ പുതിയ ടീച്ചർമാർ വന്ന് പറഞ്ഞു, നിങ്ങൾ യഹൂദരല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകാൻ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ആദ്യം യഹൂദ ആചാരങ്ങൾ പാലിക്കണം, ഉദാഹരണത്തിന് പരിച്ഛേദനം ചെയ്യണം, എന്നിട്ടേ നിങ്ങൾക്ക് രക്ഷയുള്ളൂന്ന്. അതായത് വിശ്വാസം മാത്രം പോരാ എന്നായിരുന്നു അവരുടെ വാദം. ഒരു ഐഡിയയെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? ആ ഐഡിയ പറയുന്ന ആളെ തന്നെ അറ്റാക്ക് ചെയ്യുക. അതാണ് ഇവിടെയും സംഭവിച്ചത്. പൗലോസിന്റെ സന്ദേശത്തെ ഇല്ലാതാക്കാൻ അവരാദ്യം ലക്ഷ്യം വെച്ചത് പൗലോസിനെ തന്നെയായിരുന്നു. അപ്പോ നോക്കൂ, ഒരു സൈഡിൽ അവർ പറയുകയാണ് പൗലോസിന് യഥാർത്ഥത്തിൽ ഒരു അപ്പസ്തോലന്റെ അധികാരമൊന്നുമില്ല, അയാൾ വിജാതീയരെ ആകർഷിക്കാൻ വേണ്ടി സുവിശേഷത്തിൽ വെള്ളം ചേർക്കുകയാണ് എന്നൊക്കെ. എന്നാൽ മറുവശത്ത് പൗലോസ് ഉറപ്പിച്ചു പറയുന്നു, എന്റെ അധികാരം മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ഞാൻ പ്രസംഗിക്കുന്നതാണ് യഥാർത്ഥ സുവിശേഷം. അപ്പോ ഈ ആരോപണങ്ങളോടുള്ള പൗലോസിന്റെ മറുപടി എങ്ങനെയായിരുന്നു? അതിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ കത്തിലെ ആദ്യത്തെ വാക്കുകളിൽ തന്നെ ആ തീയും ദേഷ്യവും നമുക്ക് കാണാൻ പറ്റും. ഇതൊന്ന് കേട്ടുനോക്കൂ, എത്ര ശക്തമായ വാക്കുകളാണിതെന്ന്. ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ വേറൊന്ന്, ഇനിയിപ്പോ ഒരു മാലാഖ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. താൻ പറയുന്ന സത്യത്തിൽ അത്രയധികം ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതായത് താൻ ആരെയാണ് പ്രീതിപ്പെടുത്താൻ നോക്കുന്നതെന്ന് പൗലോസ് വളരെ ക്ലിയറാക്കാണ്. എന്റെ ലക്ഷ്യം മനുഷ്യരെ സുഖിപ്പിക്കലല്ല, ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണ്. അതുകൊണ്ടുതന്നെ സത്യത്തില് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. ഇനി പൗലോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസിലേക്ക് നമുക്ക് വരാം. അതായത്, എന്റെ ഈ സന്ദേശം അത് മനുഷ്യരിൽ നിന്ന് കിട്ടിയതല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണ് എന്ന വാദം. ഇതാണ് അദ്ദേഹത്തിന്റെ വാദത്തിന്റെ എല്ലാം ആണിക്കല്ല്. ഇതൊരു വെറും അഭിപ്രായമല്ല, ഉറച്ചൊരു പ്രഖ്യാപനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒരു മനുഷ്യനും എന്നെ പഠിപ്പിച്ചതല്ല. ഈ പറയുന്ന പൗലോസ് ആരായിരുന്നു എന്നുകൂടി നമ്മൾ അറിയണം. കാരണം അപ്പോഴാണ് ആ മാറ്റത്തിന്റെ ആഴം മനസ്സിലാവുക. ദൈവത്തിന്റെ സഭയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന, അതിനെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചൊരാളായിരുന്നു പണ്ടദ്ദേഹം. വെറുതെ ഒരു കാര്യം അങ്ങ് പറഞ്ഞാല് പോരല്ലോ, അതിന് തെളിവ് വേണ്ടേ? അതാണ് പൗലോസ് അടുത്തതായി നിരത്തുന്നത്. ഒരവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല, തന്റെ ജീവിതം തന്നെ ഒരു തെളിവായി അദ്ദേഹം മുന്നോട്ടു വെച്ചുകയാണ്. ഇതൊരു വെറും വാക്കല്ല, പൗലോസിന്റെ ഒരു സത്യവാങ്മൂലം പോലെയാണ്. എനിക്ക് കിട്ടിയ ഈ സുവിശേഷം ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നല്ല, ആരും എന്നെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചതുമല്ല, യേശുക്രിസ്തു നേരിട്ട് വെളിപ്പെടുത്തി തന്നതാണ്. ഇനി ഇതിന്റെ തെളിവുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരി, നമുക്ക് ഈ ടൈം ലൈനിലൂടെ ഒന്ന് പോകാം. ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഓരോ പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം അദ്ദേഹത്തെ വിളിച്ച ശേഷം അദ്ദേഹം നേരെ ജെറുസലേമിലേക്ക് മറ്റപ്പസ്തോലന്മാരെ കാണാനല്ല ഓടിയത്. പകരം ഒറ്റയ്ക്ക് അറേബ്യയിലേക്ക് പോയി. പിന്നെ നീണ്ട 3 വർഷം കഴിഞ്ഞിട്ടാണ് പത്രോസിനെ കാണാൻ ജെറുസലേമിൽ പോകുന്നത്, അതും വെറും 15 ദിവസത്തേക്ക്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? അദ്ദേഹത്തിന് ഈ സുവിശേഷം കിട്ടിയത് ജെറുസലേമിലെ അപ്പസ്തോലന്മാരിൽ നിന്നല്ല എന്ന് വ്യക്തം. അദ്ദേഹത്തിന്റെ യാത്രകൾ തന്നെ അതിന് തെളിവാണ്. അപ്പോ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ലേ? ഈ ടൈം ലൈൻ അത് വെറുമൊരു യാത്രാവിവരണമല്ല, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. തന്റെ അധികാരവും സന്ദേശവും മനുഷ്യരിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാണ് എന്ന് സ്ഥാപിക്കാൻ തന്റെ ജീവിതം തന്നെ അദ്ദേഹം തുറന്നുകാട്ടുന്നു. അപ്പോ ഈയൊരു സംഭവം നമ്മളെയും ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ടല്ലേ? പൗലോസ് തന്റെ വിശ്വാസത്തിന്റെ ഉറവിടം തെളിയിക്കാൻ സ്വന്തം ജീവിതം തന്നെ മുന്നോട്ടുവെച്ചു. അപ്പൊ നമ്മളോടൊരു ചോദ്യം, നമ്മുടെ ജീവിതത്തിലെ ഉറച്ച ബോധ്യങ്ങൾ, അതിന്റെയൊക്കെ ഉറവിടം എന്താണ്? ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് നിങ്ങളൊരു കത്തെഴുതുകയാണെന്ന് കരുതുക. സാധാരണയായി നമ്മൾ എങ്ങനെയാണത് തുടങ്ങുക? ഒരു സ്നേഹാന്വേഷണം, അല്ലെങ്കിൽ അവരുടെ സുഖവിവരങ്ങൾ തിരക്കൽ, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? അതെ, കൃത്യമായിട്ട്. പക്ഷേ ആ കത്ത് തുടങ്ങുന്നത് തന്നെ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലോ? ഓ, അത് ഭയങ്കര ദേഷ്യമാണല്ലോ. തീർച്ചയായും. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രത്തോളം ദേഷ്യവും നിരാശയും ഉള്ളിലുണ്ടെങ്കിലായിരിക്കും ഒരാൾ അങ്ങനെ പെരുമാറുന്നത്. ക്രിസ്തുവർഷം 53 മറ്റോ സംഭവിച്ച
കൃത്യമായ ഒരു ചരിത്ര സംഭവമാണിത്. ഉം, ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തി താൻ ജീവനു തുല്യം സ്നേഹിച്ച ഒരു കൂട്ടം ആളുകൾക്ക് എഴുതിയ കത്തിന്റെ തുടക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. അതെ, പൗലോസ് അപ്പസ്തോലൻ ഗലാത്യക്കാർക്കെഴുതിയ ലേഖനം. ശരിയാണ്. ഇന്ന് നമ്മൾ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ആ കത്തിന്റെ ആമുഖവും 1-ാം അധ്യായവുമാണ്. അപ്പോൾ ഈ വലിയൊരു ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈയൊരു വിഷയം നമ്മൾ ഇന്ന് എടുക്കാൻ തന്നെ കാരണം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന എന്താ പറയാ ആഴത്തിലുള്ള ചില മാനസിക തലങ്ങളാണ്. അതെ, നിങ്ങൾ ഈ സ്രോതസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യക്തമാകും ഇത് പുരാതന കാലത്തെ വെറുമൊരു മതപരമായ തർക്കമല്ല എന്ന്. മറിച്ച് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും എന്തുകൊണ്ടാണ് മനുഷ്യർ വീണ്ടും പഴയ നിയമങ്ങളുടെയും ചട്ടക്കൂടുകളുടെയും അടിമകളാകാൻ ആഗ്രഹിക്കുന്നത് എന്ന വലിയൊരു ചോദ്യമാണിത്. നിങ്ങളുടെ സ്വന്തം ജീവിതവുമായി വളരെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്ന്. ശരിക്കും പൗലോസ് എന്തിനാണ് ഇത്രയും ശക്തമായ, ചിലപ്പോൾ പരുഷമായ എന്ന് തന്നെ പറയാവുന്ന ഭാഷയിൽ ഒരു കത്തെഴുതിയത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും അതിന് അന്നത്തെ ആ പശ്ചാത്തലം നമ്മൾ അറിയണം. എന്റെ കയ്യിലുള്ള ഈ കുറിപ്പുകൾ പ്രകാരം ഗലാത്യ എന്ന പ്രദേശത്തെ സഭകൾക്കാണ് ഈ കത്തയച്ചിരിക്കുന്നത്. എനിക്കിതിൽ മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ്, പൗലോസ് തന്നെയല്ലേ അവിടെ പോയി ഈ സഭകൾ സ്ഥാപിച്ചത്? അതെ, അദ്ദേഹമാണ് അവിടെ പോയത്. അപ്പോൾ ആളുകളുമായി നല്ല ബന്ധമുണ്ടാക്കി അവരെല്ലാം വലിയ സന്തോഷത്തിലുമായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് അവർക്കിടയിൽ ഇത്ര വലിയൊരു പൊട്ടിത്തെറിയുണ്ടായത്? അതിനുള്ള ഉത്തരം ഗലാത്യ എന്ന പ്രദേശത്തിന്റെ അന്നത്തെ അവസ്ഥയിലാണ് കിടക്കുന്നത്. ആധുനിക തുർക്കിയുടെ ഭാഗമായ ഏഷ്യ മൈനറിലെ ഒരു റോമൻ പ്രവിശ്യയായിരുന്നു അന്ന് ഗലാത്യ. ഓ, ഇന്നത്തെ തുർക്കി. ശരി. അതെ. AD 53-നും 58-നും ഇടയ്ക്കുള്ള ഏതോ ഒരു സമയത്താണ് ഈ കത്തെഴുതപ്പെടുന്നത്. പൗലോസ് തന്റെ യാത്രകളിൽ അവിടെ ചെന്ന് പുതിയ ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ അത് സ്വീകരിച്ചവരിൽ ഭൂരിഭാഗവും യഹൂദന്മാരായിരുന്നില്ല. അതായത് അവർ വിജാതീയരായിരുന്നു, മറ്റു വിശ്വാസങ്ങളുള്ളവർ. കൃത്യമായി പറഞ്ഞാൽ അതെ. അവർക്ക് യഹൂദരുടെ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളോ ഭക്ഷണരീതികളോ കർശനമായ നിയമങ്ങളോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പൗലോസ് അവരോട് പറഞ്ഞത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ദൈവത്തോടടുക്കാൻ ഈ കടുത്ത നിയമങ്ങളൊന്നും ആവശ്യമില്ല, വിശ്വാസം മാത്രം മതി, നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രരാണ് എന്ന്. ആഹാ, അത് കേട്ടപ്പോൾ സ്വാഭാവികമായും അവർ ആ പുതിയ വിശ്വാസത്തിലേക്ക് വന്നു കാണും. അതെ. പക്ഷേ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പൗലോസ് അവിടെ നിന്ന് മടങ്ങിപ്പോയതിനു ശേഷമാണ്. അവിടെയാണ് ഈ കഥയിലെ അടുത്ത കഥാപാത്രങ്ങൾ വരുന്നത്, അല്ലേ? യഹൂദാചാരവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ചിലർ. അതെ. പൗലോസ് പോയതിനു പിന്നാലെ ചില യഹൂദ ക്രിസ്ത്യാനികൾ അവിടെയെത്തി. അവർ ഈ ഗലാത്യക്കാരോട് പറയാൻ തുടങ്ങി, അല്ലല്ല, പൗലോസ് പറഞ്ഞതൊന്നുമല്ല ശരി. ഓഹോ, അപ്പോ പൗലോസിനെ തള്ളിക്കളഞ്ഞു. അതെ. വെറുതെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് സ്വീകാര്യരാകണമെങ്കിൽ നിങ്ങൾ മോശയുടെ നിയമങ്ങൾ കർശനമായി അനുസരിക്കണം എന്നവർ പറഞ്ഞു. അതായത് യഹൂദരുടെ ആചാരങ്ങൾ പാലിക്കണം. തീർച്ചയായും. യഹൂദരുടെ ഭക്ഷണരീതികൾ പിന്തുടരണം. ഏറ്റവും പ്രധാനമായി നിങ്ങൾ പരിച്ഛേദനത്തിന് വിധേയരാകണം എന്നൊക്കെ അവർ വാദിച്ചു. ഇതാ പുതിയാളുകളിലുണ്ടാക്കിയ ആശയക്കുഴപ്പം ചെറുതായിരുന്നില്ല. അതൊരു വലിയ മാനസിക പ്രതിസന്ധി തന്നെയായിരിക്കും. ശരി, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ലളിതമായ സാഹചര്യം വെച്ചു നോക്കിയാൽ, നിങ്ങളൊരു പുതിയ ക്ലബ്ബിൽ അംഗത്വം എടുത്തു എന്ന് കരുതുക. വളരെ സ്വതന്ത്രമായ നല്ല അന്തരീക്ഷമുള്ള ഒരു ക്ലബ്ബ്. നല്ലൊരു ഉദാഹരണമാണ്. നിങ്ങൾ ആ സ്വാതന്ത്ര്യം ആസ്വദിച്ചു തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ചിലർ വന്ന് പറയുകയാണ്, ഇല്ല, നിയമങ്ങൾ മുഴുവൻ മാറി, പുതിയതായി കർശനമായ വസ്ത്രധാരണ രീതികളും കടുത്ത നിയമങ്ങളും വന്നേ മതിയാകൂ എന്ന്. അതെ. അപ്പോൾ ആ പുതിയതായി വന്നവർക്ക് എത്രത്തോളം ആശയക്കുഴപ്പമുണ്ടായിക്കാണും. ശരിക്കും ഗലാത്യക്കാർക്ക് ഈ നിയമങ്ങളിലേക്ക് തിരികെ പോകാൻ താൽപ്പര്യമുണ്ടായിരുന്നോ, അതോ ഇവരെ ഭയന്നിട്ടാണോ? ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ ഇത് വെറുമൊരു ആചാരത്തിന്റെയോ ഭയത്തിന്റെയോ മാത്രം പ്രശ്നമായിരുന്നില്ല. പിന്നെയോ? ഇതിനൊരു വലിയ ദൈവശാസ്ത്രപരമായ വശമുണ്ട്. മനുഷ്യൻ ദൈവത്തിനു മുന്നിൽ എങ്ങനെ നീതിമാനാക്കപ്പെടുന്നു എന്നതിന്റെ കാതലായ ചോദ്യമായിരുന്നു ഇത്. നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണോ അതോ വിശ്വാസത്തിലൂടെയാണോ എന്നതാണ് വിഷയം. നമ്മൾ ആ യഹൂദാചാരവാദികളുടെ ഭാഗത്തു നിന്നും കൂടി ഒന്ന് ചിന്തിക്കണം. അവർ വെറുതെ കുഴപ്പങ്ങളുണ്ടാക്കാൻ വേണ്ടി മാത്രം വന്ന, എന്താ പറയുക, വില്ലന്മാരൊന്നുമായിരുന്നില്ല. അതായത് അവർക്കും അവരുടേതായ ന്യായങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും. നൂറ്റാണ്ടുകളായി പല വലിയ സാമ്രാജ്യങ്ങളുടെയും അക്രമങ്ങളെ അതിജീവിച്ച് യഹൂദ സമൂഹം നിലനിന്നത് തന്നെ അവരുടെ ഈ കർശനമായ നിയമങ്ങളിലൂടെയാണ്.
ആ നിയമങ്ങളാണ് അവരുടെ സ്വത്വം. ശരിയാണ്. ആ നിയമങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതാകുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഭയം തോന്നിയിരിക്കാം. അതെ, അവരുടെ ഉള്ളിലെ ഒരു സാംസ്കാരികമായ അതിജീവനബോധമാണ് അവിടെ ഉണർന്നത്. അതുകൊണ്ടാണ് അവർ പുതുതായി വന്നവരോട് ഇതെല്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഗലാത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മറ്റൊരു മാനസിക വശം കൂടിയുണ്ട്. എന്താണത്? പലപ്പോഴും മനുഷ്യർക്ക് സ്വാതന്ത്ര്യമെന്നത് വലിയൊരു ഭാരമാണ്. നിയമങ്ങളുടെ ഒരു ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്നൊരു തോന്നല് മനുഷ്യർക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു സുരക്ഷിതത്വബോധം തേടിയാകാം അവർ പുതിയ വാദങ്ങൾക്ക് അടിമപ്പെട്ടത്. വാ, അത് വളരെ ശരിയാണ്. ആ ഒരു സുരക്ഷിതത്വ ബോധം. പക്ഷെ ഈ പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനാ വന്നവര് ഒരു കുറുക്കുവഴി കണ്ടെത്തിയല്ലേ? അവർ പൗലോസ് എന്ന വ്യക്തിയെ തന്നെ ആക്രമിക്കാൻ തുടങ്ങി. അതെ, അതൊരു വലിയ രാഷ്ട്രീയ തന്ത്രമായിരുന്നു എന്ന് തന്നെ പറയാം. ഗലാത്യക്കാർക്കിടയിൽ പൗലോസിന് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വാധീനം ഇല്ലാതാക്കാൻ അവർ കണ്ടെത്തിയ വഴി പൗലോസിന്റെ വിശ്വാസ്യതയെ തകർക്കുക എന്നതാണ്. അവരെന്താണ് പൗലോസിനെക്കുറിച്ച് പറഞ്ഞത്? അവർ പറഞ്ഞു വരുത്തിയത് ഇതാണ്: ഈ പൗലോസ് യഥാർത്ഥത്തിലൊരു അപ്പസ്തോലനൊന്നുമല്ല. പൗലോസ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി സുവിശേഷത്തെ ലാഘവപ്പെടുത്തി, അതായത് അതിൽ വെള്ളം ചേർത്തു. ഓ, ഇത് കേൾക്കുമ്പോ പൗലോസിന്റെ വാക്കുകളിലെ ആ തീവ്രതയും ദേഷ്യവും നമുക്ക് നന്നായി മനസ്സിലാക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാവുന്നത്. 1-ാം അധ്യായത്തിൽ പൗലോസ് നൽകുന്ന മറുപടി ഒരു സാധാരണ പ്രതികരണമല്ല. അദ്ദേഹം പറയുന്നു, തനിക്ക് ലഭിച്ച അധികാരം ഏതെങ്കിലും മനുഷ്യരിൽ നിന്നല്ല, അത് യേശുക്രിസ്തുവിലൂടെ നേരിട്ട് ലഭിച്ചതാണെന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അതെ, വളരെ ശക്തമായി തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്: ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് അവർ ഇത്ര പെട്ടെന്ന് മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞതിൽ തനിക്ക് അതിയായ ആശ്ചര്യമുണ്ട് എന്ന്. അവിടെയും നിർത്തുന്നില്ല. അദ്ദേഹം പറയുന്നു, മറ്റൊരു സുവിശേഷമില്ല. സ്വർഗത്തിൽ നിന്നുള്ളൊരു ദൂതനോ അല്ലെങ്കിൽ പൗലോസ് തന്നെയോ വന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം പ്രസംഗിച്ചാൽ അവർ ശപിക്കപ്പെട്ടവരാകട്ടെ എന്ന്. അതൊരു വലിയ താക്കീതാണ്. അതെ, താൻ മനുഷ്യരുടെ പ്രീതിയല്ല, ദൈവത്തിന്റെ പ്രീതിയാണ് അന്വേഷിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ എനിക്കിവിടെ ഒരു സംശയമുണ്ട്. തന്റെ പഠിപ്പിക്കൽ മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ചെറിയൊരു അഹങ്കാരമല്ലേ? പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നാം. സ്രോതസ്സുകളിലെ ആ വിരുദ്ധാഭിപ്രായങ്ങളെ നമ്മൾ പക്ഷപാതമില്ലാതെ ഒന്ന് വിലയിരുത്തി നോക്കണം. ഇരുപക്ഷവും എന്താണ് വിശ്വസിച്ചിരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും. ഇത് കേവലം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഹങ്കാരത്തിന്റെ പ്രശ്നമല്ല. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം കൃപ എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ തന്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ അല്ല നീതീകരിക്കപ്പെടുന്നത്, മറിച്ച് വിശ്വാസം കൊണ്ട്. അതെ, ഇതൊരു പൂർണ്ണമായ സിസ്റ്റമാണ്. ഇതിലേക്ക് നിങ്ങളൊരു ചെറിയ നിയമം കൂടി, അതായത് വിശ്വാസം മാത്രം പോരാ, കൂടെ പരിച്ഛേദന കൂടി വേണം എന്ന് കൂട്ടിച്ചേർത്താൽ ആ കൃപ എന്ന ആശയത്തിന്റെ അടിത്തറ തന്നെ തകരും. അതായത് സൗജന്യമായി കിട്ടുന്ന ഒരു കാര്യത്തിന് ചെറിയൊരു ഫീസ് വെച്ചാൽ പിന്നെ അത് സൗജന്യമല്ലല്ലോ അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. നിയമത്തിന്റെ ആധിപത്യകാലം അവസാനിച്ചുവെന്നും ദൈവത്തിന്റെ മക്കളെന്ന നിലയിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ കാലം ആരംഭിച്ചുവെന്നും സ്ഥാപിക്കാനാണ് പൗലോസ് ഇവിടെ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇത്രയും കടുത്ത ഭാഷ ഉപയോഗിക്കുന്നത്. ശരി. അപ്പോൾ താൻ പഠിപ്പിച്ച കാര്യങ്ങൾ മനുഷ്യനിർമ്മിതമല്ല എന്ന് തെളിയിക്കാൻ പൗലോസ് വളരെ രസകരമായ മറ്റൊരു രീതി കൂടി സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ സ്വന്തം ഭൂതകാലം എല്ലാവർക്കും മുന്നിൽ തുറന്നുകാട്ടുന്നു. അതെ, തന്റെ ഏറ്റവും വലിയ ദൗർബല്യത്തെ അദ്ദേഹം തന്റെ ഏറ്റവും വലിയ തെളിവായി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. സത്യത്തിൽ ഒരു സിനിമയിലെ വില്ലൻ പെട്ടെന്ന് നായകനായി മാറുന്നതുപോലെയുള്ള ഒരു കഥയാണിത്. സഭയെ ഇല്ലാതാക്കാൻ നടന്നയാൾ പിന്നീട് അതിന്റെ ഏറ്റവും വലിയ വക്താവായി മാറുന്നു. ഇതിനെ കുറച്ചുകൂടി വിശാലമായ തലത്തിൽ നോക്കിയാൽ ഒരു നേതാവ് ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണിത്. പൗലോസ് തന്റെ അക്രമാസക്തമായ ഭൂതകാലം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നില്ല. ഇല്ല, അദ്ദേഹവും തന്നെ പറയുന്നുണ്ട്, പണ്ട് യഹൂദമതത്തിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന്. സ്വന്തം സമപ്രായക്കാരേക്കാൾ യഹൂദ പാരമ്പര്യങ്ങളിൽ അദ്ദേഹം അത്യധികം തീക്ഷ്ണമതിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അദ്ദേഹത്തെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയും വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ തന്റെ പുത്രനെ വെളിപ്പെടുത്തി നൽകുകയും ചെയ്തു എന്ന്. അതെ, ആ പരിവർത്തനം തന്നെ തന്റെ സന്ദേശം ദൈവികമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി അദ്ദേഹം അവതരിപ്പിക്കുന്നു.
ഇത് ശരിക്കും ശ്രോതാക്കളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നിയമങ്ങളെക്കുറിച്ച് ഇത്രത്തോളം ആഴത്തിൽ അറിയാവുന്ന, അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരാൾ പെട്ടെന്ന് അതൊക്കെ തെറ്റാണ് എന്ന് പറയണമെങ്കിൽ അത് ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞുകൊടുത്തിട്ട് സംഭവിക്കുന്നതല്ലല്ലോ. അവിടെ മനുഷ്യന്റെ യുക്തിക്ക് അതീതമായി എന്തോ ഒന്ന് നടന്നിരിക്കണം. ആഹാ, അപ്പോൾ ആ വലിയ മാറ്റം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. തീർച്ചയായും. ഇനി ഈ വെളിപാടിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ വാദത്തിന്റെ അടുത്ത പ്രധാന ഭാഗം. അദ്ദേഹം മനുഷ്യരെ ആശ്രയിച്ചില്ല എന്നതിന്റെ വലിയൊരു തെളിവ് അദ്ദേഹത്തിന്റെ യാത്രകളിൽ തന്നെയുണ്ട്. അദ്ദേഹം എവിടേക്കൊക്കെയാണ് പോയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ സ്രോതസ്സുകൾ പ്രകാരം വെളിപാടിനു ശേഷം അദ്ദേഹം ഒരു മനുഷ്യന്റെയും ഉപദേശം തേടിയില്ല. സാധാരണ നമ്മൾ എന്തു ചെയ്യും? വലിയൊരു പ്രസ്ഥാനം തുടങ്ങാൻ പോകുന്ന വ്യക്തി അതിന്റെ പ്രധാന കേന്ദ്രത്തിലേക്ക് പോയി മുതിർന്ന ആളുകളെ കാണുമല്ലോ. അതെ, ജെറുസലേമിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം മറ്റപ്പസ്തോലന്മാരെ കാണാൻ ജെറുസലേമിലേക്ക് പോയതേയില്ല. പകരം അദ്ദേഹം അറേബ്യയിലേക്കും പിന്നീട് ദമാസ്കസിലേക്കും പോയി. 3 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ജെറുസലേമിൽ പോയി കേപ്പായ, അതായത് പത്രോസിനെ കണ്ടത്. അതും വെറും 15 ദിവസം മാത്രം അവിടെ താമസിച്ചു. കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ മറ്റാരെയും അവിടെ കണ്ടതുമില്ല. ഈ കാര്യങ്ങൾ വ്യാജമല്ല എന്ന് അദ്ദേഹം ദൈവത്തെ സാക്ഷിയാക്കി പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രോതാക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തത്? 3 വർഷം മാറി നിന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. തന്റെ അധികാരം ജെറുസലേമിലെ മറ്റ് അപ്പസ്തോലന്മാരിൽ നിന്ന് കിട്ടിയതല്ല, മറിച്ച് നേരിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് തെളിയിക്കാനാണ് ഈ കാലതാമസം അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. അതായത് അവരിൽ നിന്ന് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ. കൃത്യമായി പറഞ്ഞാൽ അതെ. അതിനുശേഷം അദ്ദേഹം സിറിയ, കിലിക്യ പ്രദേശങ്ങളിലേക്കാണ് പോയത്. അതെ, അവിടെയാണ് മറ്റൊരു രസകരമായ കാര്യം കിടക്കുന്നത്. അന്ന് യൂദയായിലെ ക്രിസ്തു സഭകൾക്ക് അദ്ദേഹത്തെ മുഖപരിചയം പോലും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവരൊരിക്കലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവൻ ഇപ്പോൾ വിശ്വാസം പ്രസംഗിക്കുന്നു എന്ന് മാത്രമാണ് അവർ കേട്ടത്. അത് കേട്ടവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് പറയുന്നു. നോക്കൂ, ഒടുവിൽ യൂദയായിലെ സഭകൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടില്ലെങ്കിലും അദ്ദേഹത്തെ അംഗീകരിച്ചു എന്നത് അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നു. ശരിയാണ്. തന്നെ ഒരു മനുഷ്യനും പഠിപ്പിച്ചതല്ല, തന്റെ പാത ദൈവം തന്നെ ഒരുക്കിയതാണെന്ന് തെളിയിക്കാൻ ഇതിലും വലിയൊരു തെളിവ് അദ്ദേഹത്തിന് ആവശ്യമില്ല. വളരെ ഗൗരവമേറിയതും എന്നാൽ ഒത്തിരി ചിന്തിപ്പിക്കുന്നതുമായ ഒരു അന്വേഷണമായിരുന്നു ഇത്. നാം ഇന്നിവിടെ കണ്ടത് ആദിമ ക്രിസ്തീയ സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയക്കുഴപ്പവും അതിനോടുള്ള പൗലോസിന്റെ പ്രതികരണവുമാണ്. അതെ, നിയമങ്ങളുള്ള കാർക്കശ്യത്തിന് പകരം വിശ്വാസത്തിലൂടെയുള്ള സ്വാതന്ത്ര്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? 2000 വർഷങ്ങൾക്കു മുൻപ് നടന്ന ഈ സംഭവങ്ങൾ ഇന്ന് ഈ ചർച്ച കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർത്ഥമാക്കുന്നത്? നിയമങ്ങളും സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഈ വലിയ പോരാട്ടം ഇന്നത്തെ കാലത്തും പ്രസക്തമാണ്. നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ബാഹ്യമായ നിയമങ്ങളെ ഭയന്നാണോ അതോ ആന്തരികമായ ബോധ്യത്താലാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും. യഥാർത്ഥ മാറ്റം വരേണ്ടത് മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ്. ആന്തരികമായ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരാൾക്ക് പുറമെയുള്ള കടുത്ത ചട്ടക്കൂടുകളുടെ ആവശ്യമില്ല എന്ന് ഈ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വളരെ ശരിയാണ്. ഈ ആഴത്തിലുള്ള പഠനം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ബാക്കി വെക്കുകയാണ്. നാം ഇന്ന് കണ്ടല്ലോ, പൂർണ്ണമായ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് മനുഷ്യർ എപ്പോഴും പുതിയ നിയമങ്ങളും ചട്ടക്കൂടുകളും ഉണ്ടാക്കി അതിൽ ബന്ധിതരാകാൻ ആഗ്രഹിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് തുടർന്നും ചിന്തിക്കാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.